കലോത്സവത്തിന് നൽകിയ ഇന്തിഫാദ എന്ന പേര് മാറ്റി കോഴിക്കോട് മേമുണ്ട സ്കൂൾ. പുതിയ പേര് തരംഗ് മേമുണ്ട. ഇന്തിഫാദ എന്ന് പേര് നൽകിയത് ജനം TV വാർത്ത നൽകിയതിനെ തുടർന്നാണ് മാറ്റിയത്. ഗോകുൽ കെ വേണുഗോപാൽ ചേർന്നുണ്ട്. ഗോകുൽ, ഇത്തരം തീവ്രവാദ സ്വഭാവം ഉണർത്തുന്ന പേരുകൾ അല്ലെങ്കിൽ വാക്യങ്ങൾ ഇത്തരം ഒരു കലോത്സവത്തിന്, അതും ഒരു വിദ്യാലയത്തിൽ, സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ ഇത്തരം രചനാ മത്സരങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യം തന്നെയല്ല, അല്ലെങ്കിൽ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. ഇത് ജനം TV റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ഇത്തരം ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. മാറ്റം അനിവാര്യം തന്നെയാണ്, തിരുത്തുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ എന്നാലും ഇത്തരം തീവ്രവാദ സ്വഭാവമുള്ള വാക്കുകൾ കുട്ടികളിലേക്ക് കൂടി അടിച്ചേൽപ്പിക്കുന്നത് എത്രത്തോളം ഗൗരവമായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാം. ഇതിന് പിന്നിൽ ആരായിരുന്നു? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഇസ്രായേലിന് നേരെ അക്രമം നടത്താൻ പാലസ്തീൻ ഉപയോഗിച്ച അല്ലെങ്കിൽ ഹമാസ് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് ഇന്തിഫാദ. അറബ് വാക്കാണിത്. അധിനിവേശം എന്നൊക്കെയായിരുന്നു ഇതിന്റെ അർത്ഥം. ഈ വാക്ക് ഇന്തിഫാദ എന്ന വാക്ക് മേമുണ്ട സ്കൂളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മൾ കേൾക്കുന്നത്. ഓർമ്മയുണ്ടാവും, കേരള സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട് യൂണിയൻ കലോത്സവത്തിന് നൽകിയ പേര് ഇന്തിഫാദ എന്നായിരുന്നു. ഈ വർഷം തന്നെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമലൊക്കെ ഇടപെട്ടുകൊണ്ട് ആ പേര് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അധികം വിദൂരമായിരുന്നില്ല അത്തരത്തിലൊരു സംഭവം നടന്നത്. ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പായിരുന്നു കേരള സർവകലാശാല യൂണിയൻ അത്തരത്തിലൊരു പേര് നൽകുകയും അത് വിവാദമാവുകയും പിന്നീട് അത് തിരുത്തുകയും ഒക്കെ ചെയ്തത്. അതിൽ ആ ഓർമ്മകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിന് ഇന്തിഫാദ എന്ന പേര് നൽകിയിട്ടുള്ളത്. അത് നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളിലേക്ക് ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവങ്ങളും അല്ലെങ്കിൽ തീവ്രവാദ ആശയങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ട് തന്നെയായിരുന്നു ഇത്തരത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആളുകളുമായിട്ട്, സ്കൂൾ PTA-യിലൊക്കെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട സമയത്ത് ഏത് രീതിയിലായിരുന്നു ഈ പേരുകൾ വന്നത് എന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ സ്കൂൾ PTA-യുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി രൂപീകരിച്ചതോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടക്കാതെയായിരുന്നു ഈ പേര് വന്നത്, അല്ലെങ്കിൽ ആരുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടത്തിയിരുന്നില്ല എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നീട് അവിടുത്തെ പ്രിൻസിപ്പാളിനെയും വിളിച്ചിരുന്നു. എന്താണ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പേര് ആ കലോത്സവത്തിൽ ഇട്ടത് എന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു. എന്നാൽ ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയുണ്ടായത്. തൊട്ടടുത്ത നിമിഷം നമ്മൾ വാർത്ത നൽകുകയും പിന്നീട് ഒരു 15 മിനിറ്റിനകം തന്നെ ഈ പേര് മാറ്റിയതുമായി ബന്ധപ്പെട്ട് തരംഗ് മേമുണ്ട എന്ന പേര് മാറ്റിയതുമായി ബന്ധപ്പെട്ട ആ കാര്യം പോസ്റ്റർ നമുക്ക് അദ്ദേഹം അയച്ചു തരികയും ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. CPM-ന്റെ അനുഭാവ സംഘടനകൾ അല്ലെങ്കിൽ അധ്യാപക സംഘടനകൾക്കൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു സ്കൂളാണ് ഈ കോഴിക്കോട് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു. അവിടെ അവതരിപ്പിച്ച ബൗണ്ടറി എന്ന് പറയുന്ന ഒരു നാടകം, അത് പാകിസ്ഥാനെ മഹത്വവൽക്കരിക്കുന്ന ഒരു രീതിയിലായിരുന്നു അതിന്റെ അവതരണമൊക്കെ ഉണ്ടായിരുന്നത്. പാകിസ്ഥാനെ നമ്മൾ ബ്രസീലിനെയും അർജന്റീനയെയും പോലെ കാണണം എന്ന ആശയമൊക്കെ ആയിരുന്നു ആ നാടകത്തിൽ പങ്കുവെച്ചത്. അതായത് നമ്മൾ പാകിസ്ഥാനോട് ക്രൂരത കാട്ടുന്നു എന്ന രീതിയിലുള്ള ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടകമായിരുന്നു ആ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങളുടെ ഭാഗമായിരുന്ന സ്കൂളാണ് ഇപ്പോഴും അതേ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നത്. എന്തായാലും ജനം TV വാർത്ത നൽകിയതിനെ തുടർന്ന് ഇന്തിഫാദ എന്ന പേര് പിൻവലിച്ചതായാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ മുതൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ആ കലോത്സവത്തിന് ഇപ്പോൾ തരംഗ് മേമുണ്ട എന്ന പേര് മാറ്റി നൽകിയിട്ടുണ്ട്. ദേവിക. ശരി ഗോകുൽ.